അമേരിക്കയും അതേപോലെ തന്നെ വെനസ്വേലയും തമ്മിലുള്ള ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. അവിടെ നിക്കോളാസ് മദുറോയുടെ സർക്കാരിനെ താഴെ വീഴ്ത്താനാണ് കുറെ കാലമായി രഹസ്യമായി പല നീക്കങ്ങളും അമേരിക്ക നടത്തിയിരുന്നു. അതിനുവേണ്ടി സിഐയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. സിഐയുടെ ഇടപെടൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അമേരിക്ക തുറന്നു സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത് പ്രത്യക്ഷത്തിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. 7 യുദ്ധങ്ങളും 8 യുദ്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപ് തന്നെയാണ് അങ്ങോട്ട് യുദ്ധവിമാനങ്ങൾ അയക്കുന്നത്. അതേപോലെ തന്നെ ഈ വെനസ്വേലയോട് ചേർന്നുള്ള കടൽ മേഖലകളിൽ ബോംബർ വിമാനങ്ങൾ നിരന്നു കഴിഞ്ഞു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെനസ്വേല നമുക്കറിയാം, അവിടെ നിക്കോളാസ് മദുറോയുടെ കീഴിലുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള സർക്കാരുകളെ വീഴ്ത്താൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അമേരിക്കയും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും നിക്കോളാസ് മദുറോയാണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് അംഗീകരിക്കുന്നില്ല. പലതരത്തിലുള്ള ശക്തികളെയും അവിടെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമല്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. മയക്കുമരുന്നിനും അതേപോലെ തന്നെ അഴിമതിക്കുമൊക്കെ കൂട്ടുനിൽക്കുന്നു എന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിക്കോളാസ് മദുറോയെ അമേരിക്ക പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വെനസ്വേലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ വെനസ്വേലയും അമേരിക്കയും പ്രത്യക്ഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കഴിഞ്ഞാൽ എണ്ണ വിലയിലടക്കം ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളാണ്. വെനസ്വേല എന്ന് പറയുന്ന ലോകത്തിന് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപാദനം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്ന് ഉള്ള എണ്ണ ഉൽപാദനത്തിന്, എണ്ണ വിപണിക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കുറെ കാലമായി. പക്ഷേ വേറെ കുറെ രാജ്യങ്ങൾ അവിടെ നിന്നുള്ള എണ്ണകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ യുദ്ധമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം നിൽക്കും. മറുഭാഗത്ത് അമേരിക്കയുടെ മറുചേരിയിൽ നിൽക്കുന്ന റഷ്യ, ചൈന, അതേപോലെ തന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ഈ വെനസ്വേലയുമായി സഹകരിക്കുന്നുണ്ട്. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണകൾ ഈ മേഖലയുമായി സഹകരിക്കുന്ന ആളുകൾ, അമേരിക്കയുടെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെനസ്വേലയിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യൻ വിപണിയെ അടക്കം ബാധിക്കാൻ പോകുന്ന വലിയ പ്രശ്നമായി തന്നെ അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ, കഴിഞ്ഞ 5-6 വർഷങ്ങളായി വെനസ്വേലൻ രാഷ്ട്രീയത്തിൽ പരോക്ഷമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ US സർക്കാർ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ അവിടേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ നൽകുന്നു. അത് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് എന്നുള്ള വാർത്തകളിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.